മീൻ പിടിച്ചിട്ട് ഇവർ ഈ ഫ്രീസർ പോലത്തെ വണ്ടിയിൽ കയറ്റിയിട്ട് പോവാണ്. മീന് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അവർ എടുക്കുകയാണ്. അങ്ങനെ ഷെല്ലിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല വലിയ അലകളാണ്. നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് സ്റ്റേഴ്സ്, ഇങ്ങോട്ട് ലിഫ്റ്റ് അപ്പുറത്തുണ്ട്. നല്ല അടുത്ത ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വെജിറ്റേറിയനല്ലേ, നോക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ നിർത്തി. ഞാൻ ആസ് യൂഷ്വൽ മസാല റോസ്റ്റ്, റോഷു പൂരി, അമ്മ ഇഡ്ഡലി, ഇനി ബാക്കി ഓനിയൻ റോസ്റ്റും ചായയൊക്കെ വരാനിരിക്കുന്നു. ഓനിയൻ റോസ്റ്റും വന്നു. നേരത്തെ ഒരിക്കൽ അങ്ങനെ രാമേശ്വരം, മധുര അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഫാമിലി ആയിട്ട് ട്രാവലറിൽ വന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ ലഞ്ചിന് നമ്മൾ ഇവിടെയാണ് കയറിയത്. അന്ന് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ തിരക്കായി തുടങ്ങി. അതിൻ്റെ ബാക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്ത്. ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും കാപ്പിയൊക്കെ. ഞാൻ മുമ്പ് വന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ കളിയായി. ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. പോവാട്ടോ ഷോ. പാമ്പൻ പാലം ആയിരിക്കും അല്ലേ? ധനുഷ്കോടി 52, പാമ്പൻ പാലം 24. എന്താണ് പാന അപ്പുറത്ത് നല്ല രസമുണ്ടല്ലേ? പോയി പന കാണുന്നുണ്ടാ? കാണില്ലേ? എന്താ കാണാത്ത? കാണുന്നുണ്ടാ? പക്ഷേ അതെനിക്ക് മനസ്സിലായി, നുള്ളിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ലൈൻ വരച്ച് വെച്ച പോലെ. അതാ മുടി പിടിച്ച് വലിക്കരുത്. APJ അബ്ദുൽ കലാം. കടല് കണ്ടു തുടങ്ങി ഗൈസ്. രാമേശ്വരത്ത് കടല് കണ്ടു തുടങ്ങി. ഓക്കെ, നമ്മള് പാമ്പം പാലം എത്താനായി. നമ്മള് കടല് കണ്ടു തുടങ്ങി ഇങ്ങനെ രാമേശ്വരത്ത്. കടലിലെ കളർ നമുക്ക്
പാലത്തിൻ്റെ സെൻറ്റർ ഉയർത്തുന്ന സ്ഥലം. അതിന് നമുക്ക് വേണ്ടി സൂര്യൻ നന്നായി ഉദിച്ചു വന്നു ഇവിടെ വീഡിയോ എടുക്കാൻ. ഇത്ര നേരം കുറച്ചൊരു ഡള്ളായിട്ട് സൂര്യനെ മേഘം മറച്ചിരിക്കുകയായിരുന്നു ഗൈസ്. യെസ്, കുറേ ബോട്ടുകൾ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഫിഷർമാൻ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ്. ഇവിടെ JCB ഒക്കെ കൊണ്ട് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് കയറാതിരിക്കാനാണ് ബോട്ടൊക്കെ വന്നിറങ്ങുമ്പോൾ. യെസ്, ഓക്കെ, അപ്പം നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ APJ അബ്ദുൽ കലാം മെമ്മോറിയലിൻ്റെ അവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. പക്ഷെ ഇവിടെ ക്യാമറ അലൗഡ് അല്ല. കാറ് പാർക്ക് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലെത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം, അതായത് ഇത് തുടങ്ങിയ സമയത്ത്, ഇത് കാണാൻ വന്ന സമയത്ത് ഉള്ളിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വർഷമൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ 1-2 ഫോട്ടോസ് എടുത്തു. പക്ഷെ അതൊന്നും ഇപ്പോൾ കയ്യിലില്ല, അതൊക്കെ പോയി എൻ്റെ കയ്യിൽ. ഇപ്പം നമുക്ക് ഫോട്ടോസൊന്നും അലൗഡല്ല, ഫോൺ ഉള്ളിലേക്ക് കൊടുത്തിടില്ല. ഇതാണ് ഇപ്പോൾ എൻട്രൻസ്. ഇവിടെ ടോളാണ്. നമ്മൾ ലാസ്റ്റ് ടൈം 2 years മുൻപ് വന്നപ്പോൾ ഇവിടെ നമ്മൾ കയ്യിൽ ക്യാഷ് കൊടുക്കുമായിരുന്നു അല്ലേ? 2.5 കിലോമീറ്റർ ടെമ്പിളിലേക്ക്. നമ്മൾ സാധാരണ ടോൾ പിരിക്കണ പോലെ വെക്കായിരുന്നു അല്ലേ? ചെറുതായിട്ട് ക്യാമറ മാത്രം പിടിച്ചിട്ട്. ദൂരെ നമ്മൾ അമ്പലം കാണുന്നു. നമ്മൾ അമ്പലത്തിൽ മിക്കവാറും കയറുന്നുണ്ടാവില്ല. രാമനാഥസ്വാമി ടെമ്പിൾ. നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ട് എത്തി. സൂപ്പറായി കിട്ടി ഇന്ന് വീഡിയോ. ബെസ്റ്റ് ടവർ എൻട്രൻസ് ആണിത്. നടന്ന് അമ്പലത്തിൻ്റെ ഈ സൈഡ് എത്തി. വെസ്റ്റ് സൈഡിലല്ലേ നമ്മൾ കാറും കൊണ്ടുപോയത്. ഇത് ൻ്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ സന്നിധാനത്ത് എത്തിയില്ലേ? നിർത്തി വെക്കാൻ പാടില്ല ഏത് കാര്യം. എന്താണ്? പോവാ. നമ്മളിപ്പോ അമ്പലത്തിലേക്കാണ് പോണത്. എന്താണ്? തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, രാമനാഥപുരം ഡിവിഷൻ. കടലിന്റെ നടുക്ക് അപ്പുറത്തും കടല്. കളിക്കാനാണ് 2 കടല്. വെളി വരില്ല, വെള്ളത്തിൽ തന്നെ എല്ലാ ബോട്ടും അവിടെ തന്നെ. ചില ബോട്ടുകൾ സൈഡ് വന്ന് വെള്ളത്തിൽ പോകത്തൊന്നും ബോട്ട്. Holy place where Lord Rama conducted Pattabhishekam of Vibhishanar, brother of King Ravana, after the battle against Ravana. Kodandaramar Temple. നമ്മളിപ്പോൾ ധനുഷ്കോടി എത്തി. ഇവിടെ മീൻ വാങ്ങാൻ പറ്റുന്നു. ഹോട്ടലാണ്, മീൻ കറി വാങ്ങാൻ പറ്റുമായിരിക്കും. കടല് നല്ല കളറ് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രാവൽ
ട്രാവലറിൽ വന്നുകൊണ്ട് ഓട്ടോയിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം മീൻസ് അല്ലേ ആ എന്താ അബ്ദുൽ കലാമിന്റെ സംഭവത്തിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് 2 വർഷം മുന്നേ വന്നപ്പോൾ പിന്നെ കാറിൽ തന്നെ വന്നത്. മീൻ പിടിക്കാൻ പോയ ബോട്ടുകളാണെന്ന് തോന്നുന്നു. ബോട്ടുകളാണ്, മോട്ടോർ ബോട്ടുകളാണല്ലേ ഇതൊക്കെ. ഇത്ര കടല് കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇവിടെയൊക്കെ ഓരോ ചെറിയ കച്ചവടങ്ങൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ എപ്പോഴും ഉള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിയാൻ പറയണം. അവിടെ എന്തോ റിനോവേഷൻ വർക്ക് ആവണം. അന്ന് 2 വർഷം മുന്നേ പോയപ്പോഴൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരിക ചെയ്തത്. അതുവരെ പോവായിരുന്നു. ആ ഒരു സ്റ്റാച്യു ഇത് പില്ലർ പോലെയുള്ള അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞു വരും നമ്മൾ വണ്ടിയും കൊണ്ട്. നമ്മൾ നിർത്തി. അങ്ങനെ ഷെല്ലിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. നല്ല വലിയ അലകളാണ്. അവിടെ ഇപ്പോൾ ഇറങ്ങാനൊന്നും സമ്മതിക്കണില്ല. പിന്നെ ഈ സൈഡിലൊക്കെയാണ് ആൾക്കാർ ഇറങ്ങുകയും കളിക്കുകയൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ഒരു മീനൊക്കെ അത് ഡേഞ്ചറാണ്. ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാൻ പോവാ അവർ. ഇനിയിപ്പോൾ ഇറക്കണ്ട. ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. മീൻ പിടിച്ചിട്ട് ഇവർ ഈ ഫ്രീസർ പോലത്തെ വണ്ടിയിൽ കയറ്റിയിട്ട് പോവാണ്. മീന് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അവർ എടുക്കുകയാണ്. ഗൈസ്, കടലിൽ മീന് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതാ ഇത്ര ഇവിടെ അടുത്ത് നിൽക്കണു. വേറെന്തോ ടൈപ്പ് മീനുകളാണ്. നമ്മളിവിടെ മീൻ കറി കൂട്ടി ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ മീൻ വന്നു. ചൂട് ഇവിടെ ഇവർക്ക് നല്ല വെള്ളം കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഇവർ ഒരു 4-5 അടി ഇങ്ങനെ കുഴിക്കും മണ്ണിൽ. ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ കുഴിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെള്ളം വരും. ഈ വെള്ളം എടുത്തിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അങ്ങനൊരു കപ്പി പോലൊരു എന്താ പറയുക ബക്കറ്റ്, ചെറിയ ബക്കറ്റ് ഇട്ടിട്ട് അവരതെടുക്കും. ഇതിൽ ഉപ്പുരസം ഉണ്ടാവില്ല. കടലിൻ്റെ കുറച്ച് ദൂരെ ഉള്ളെങ്കിൽ പോലും ഇതിൽ ഉപ്പുരസമൊന്നും ഉണ്ടാവില്ല. നല്ല വെള്ളമായിരിക്കും. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവർ കുക്ക് ചെയ്യുന്നതും ബാക്കി ഇങ്ങനെ വെസൽസ് ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. ഇത്ര വെയിലാണെങ്കിലും ഇതിനകത്ത് വെയിലേ അറിയുന്നില്ല. ഇത് പറയാൻ മുകളിൽ ഷീറ്റാണ്, എന്നാലും ഈ ഒരു ഓലയുടെ തണുപ്പ് നല്ലോണം ഉണ്ട്. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിക്കാനുണ്ട്. അങ്ങനെ നമ്മളിനി ചെട്ടിനാടാണ് പോകാൻ പോണത് അല്ലേ. അപ്പോൾ റൂം ബുക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ അങ്ങനെ മേക്ക് മൈ ട്രിപ്പിൽ നോക്കിയിട്ടിരിക്കുമ്പോൾ ശരി എന്നാൽ പിന്നെ ചായ കുടിക്കാം, 4 മണി ആയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബേക്കറിയിൽ നിർത്തി. അപ്പം എന്തെങ്കിലും കഴിക്കാം നമുക്ക്.